നമസ്കാരം സുഹൃത്തുക്കളെ. ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അതുമാത്രമല്ല, ഡിസ്കൗണ്ടിൻ്റെ അതായത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ചർച്ചകൾ നമ്മൾ നടത്തുന്നത് വാട്സപ്പ് ചാനലിലൂടെയാണ്. അപ്പോൾ ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ അംഗമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യുന്നവർക്കേ ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്ക് ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആ ഒരു ഡിസ്കൗണ്ടിൻ്റെ രീതിയിൽ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ചാനൽ ടെറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്കിന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി തോറ്റു തന്നിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ സ്നേഹം കള്ളമായിരുന്നു എന്ന യഥാർത്ഥ സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം വലിയൊരു മാറ്റത്തെയാണ് നമുക്കിതിലൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തിലാണെങ്കിലും നിങ്ങളുടെ ചിന്താഗതികളിലാണെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹമാണെങ്കിലും അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. സത്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള മാറ്റത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇടക്കാലത്ത് വെച്ച് തന്നെ ഒരുപാട് മാറിപ്പോയത്. നിങ്ങൾക്ക് തന്നിരുന്ന പല വാക്കുകളും സത്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അതൊന്നും പാലിക്കാതെ ഈ വ്യക്തി മറ്റാരുടെയൊക്കെയോ വരുതിയിൽ ആയിപ്പോവുകയും വേറൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് ഇത്തരം മനംമാറ്റം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തിനും അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ നിങ്ങൾ പരിപൂർണമായിട്ടും മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമോ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ചെയ്യൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ വ്യക്തി വേറെ പല സുഖങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു മൂന്നാമത് ഒരു വ്യക്തിയുടെ ആ ഒരു കാൽക്കീഴിലേക്ക് പോയിട്ടുള്ളത്. അവരുടെ സ്നേഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ അവർ വെച്ച് നീട്ടിയിട്ടുള്ള ഈ വ്യക്തിക്ക് നേർക്ക് വെച്ച് നീട്ടിയിട്ടുള്ള മറ്റു പല ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അതിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് ആഗ്രഹിച്ച് മുന്നോട്ട് പോയ വളരെയധികം ഒരു അത്യാർത്തിയുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഈ വ്യക്തി അത്തരം ഒരു രീതിയിലേക്ക് പോയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ ആ സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ നിങ്ങളുടെ കാൽക്കൽ ഒരു നാൾ വന്ന് വീഴും അല്ലെങ്കിൽ വീഴേണ്ടി വരും എന്നുള്ള ആ ഒരു സാഹചര്യം ഒരിക്കലും ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല. അത്തരം ഒരു സത്യാവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു, അതൊരു റിയാലിറ്റി ആണ് എന്നുള്ള ചിന്ത ഈ വ്യക്തിയെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി, അതായത് അത് അവനോ അവളോ ഏത് വ്യക്തിയും ആയിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിലും ഏർപ്പെട്ടാലും മറ്റ് എന്ത് പ്രവർത്തികളിലും ഏർപ്പെട്ടാലും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തി ഒരുപക്ഷെ ആഗ്രഹിച്ച പല കാര്യങ്ങളും, മോഹിച്ച പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകാം. അത് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ സന്തോഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്
ആ ഒരു സന്തോഷത്തിന് അധിക കാലത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു സന്തോഷം പൂർണ്ണതയിലെത്തണമെങ്കിൽ നിങ്ങളുടെ വരവോട് കൂടി മാത്രമേ ഈ വ്യക്തിക്ക് അത് പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ വ്യക്തി ഏറ്റവും വലുതായി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാണ്. കാരണം നിങ്ങൾ എന്നാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയത്, അത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അത് എന്തിന് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ താൻ എന്ത് മണ്ടത്തരമാണ് ചെയ്തത്, എത്രമാത്രം ആലോചിക്കാതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത്, അത് വളരെയധികം അങ്ങേയറ്റം ദ്രോഹിക്കുന്നതായി പോയി, അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട കർമ്മമാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഒരു 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 പശ്ചാത്താപത്തിലാണ്. അത് പരിപൂർണമായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൂടി ഈ വ്യക്തി അതിലേക്ക് വരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അപ്പോൾ പശ്ചാത്താപത്തിൻ്റെയും അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ മാത്രമേ ഈ വ്യക്തിയെ കൊണ്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് ഇത് തുറന്ന് സംസാരിക്കാനോ പറയുവാനോ പരാതിപ്പെടാനോ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ ഒന്നും സാധിക്കില്ല. കാരണം യാതൊരു തരത്തിലും ഈ വ്യക്തിയുടെ ഭാഗത്ത് ന്യായമില്ല എന്നത് പരമാർത്ഥമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കാണെങ്കിലും അങ്ങേയറ്റം കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങേയറ്റം ധൈര്യം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്കാരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് തുറന്ന് നിങ്ങൾ കാണിച്ചിട്ടേ ഉള്ളൂ. അത് യഥാർത്ഥ മനസ്സ് തന്നെയാണ്. അതിൽ കാപട്യമില്ല, അതിൽ മുഖംമൂടികളില്ല, അതിൽ കള്ളങ്ങളില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഏത് വ്യക്തിയുടെയും മുന്നിൽ ഉയർത്തി നിങ്ങൾക്കത് പറയാൻ സാധിക്കും. ഈ ഒരു പ്രണയം അതെൻ്റെ ആത്മാർത്ഥതയാണ്, അല്ലെങ്കിൽ ഇതിൽ ഞാൻ എൻ്റെ 100% ഞാൻ കൊടുത്തിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരിക്കലും ഇവിടെ കുറ്റബോധം വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പറയുവാൻ സാധിക്കും. പക്ഷെ ഈ വ്യക്തിക്ക് ഒരിക്കലും അതിനാവില്ല. അപ്പോൾ അതൊരു പരമാർത്ഥമായ സത്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് എത്രമാത്രം ആഴമേറിയതാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കത ഉള്ളതാണ് എന്നുള്ളത് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഇതിലൂടെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് തന്നെ ശിക്ഷ മേടിച്ചു കൊടുത്തിട്ടുള്ള ഒരവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെയൊക്കെ യാതൊരു തരത്തിലുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. നിങ്ങളുമായിട്ട് അത്രയും സന്തോഷത്തോടു കൂടി കുട്ടികളും ഒക്കെ ഒത്ത് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കാതെയാണ് ഈ വ്യക്തിക്ക് ഇത്തരം ഒരു മാറ്റം വന്ന് നിങ്ങളിൽ നിന്നും ദൂരെ മാറിപ്പോയിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു മൂന്നാമത് ഒരു വ്യക്തിയുടെ ഒരു അടിമയായിട്ടോ, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് മാത്രം പോകുന്ന ഒരു അടിമയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹം എത്ര കോടികൾ കൊടുത്താലും എത്ര പൈസ കൊടുത്താലും അത് കിട്ടില്ല എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഈ വ്യക്തിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാമായിരുന്നു, എല്ലാം കൊണ്ടും. ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ട് കുറച്ച് പിന്നിലേക്ക് നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം ഒന്നും തന്നെ ആയിരിക്കില്ല, ഒരു സാധാരണ ജീവിതം. പക്ഷെ എങ്കിൽ പോലും അതിനൊരു മധുരമായ ഓർമ്മകൾ ഉണ്ടായിരുന്നു, സുന്ദരമായ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, നല്ലൊരു ജീവിത അവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അതിലേക്ക് പോകാതെ പകരം വേറൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്യാഗ്രഹമായിട്ടുള്ള രീതിയിലേക്ക് പോയി. അത് തന്നെയാണ്, അല്ലെങ്കിൽ അവിടം തൊട്ടാണ് ഈ വ്യക്തിക്ക് വഴി പിഴച്ചു തുടങ്ങിയത്, കാലുകൾ ഇടറി തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിട്ട് വളരെ ദൂരത്തേക്ക് പോയി മറഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ വ്യക്തി വിചാരിച്ചത് നിങ്ങൾ ഇരുട്ടിലാകും എന്നതാണ്. നിങ്ങൾ ഇരുട്ടിലായി ഈ വ്യക്തിക്ക് കുറച്ചു കൂടുതൽ വെളിച്ചത്തിലേക്ക് വരാമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് അകന്നു പോയത്. പക്ഷേ ഈ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഒരു വെളിച്ചമായ നിങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ വ്യക്തിയാണ് ഇരുട്ടിലേക്ക് പോയത്. അതിപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി ചുരുളഴിയുമ്പോഴും രഹസ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുഖം തന്നെയാണ് ഓർമ്മ വരുന്നത്. ഇന്ന് ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ വളരെയധികം ഭയം, അല്ലെങ്കിൽ ഞാനൊരു ഭീരുവാണ്, അല്ലെങ്കിൽ ഞാനൊരു കുറ്റക്കാരനാണ്, ഞാൻ തെറ്റ് ചെയ്തവൻ തന്നെയാണ്, അതിന് യാതൊരു തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും എനിക്ക് വേണ്ട എന്നുള്ളൊരു മനോഭാവത്തിലൊക്കെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്.
തീർത്തും ഇവര് കൈകൂപ്പി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ തന്നെയാണ്. കാരണം നിങ്ങളുടെ ശാപം ഇവരുടെ തലയ്ക്ക് വീഴരുത് എന്നുള്ള ആ ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ഭയം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് പല രീതിയിലും ഈ വ്യക്തി ആലോചന നടത്തുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളതും ഈ വ്യക്തിക്ക് വേദന ഉണ്ടാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഈ വ്യക്തി സ്വയം വരുത്തി വെച്ച വിനയാണ് എന്ന സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ വായന നിർത്തുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി എന്തുമായിക്കോട്ടെ, എത്രയോ ശക്തയായിക്കോട്ടെ, അല്ലെങ്കിൽ എത്രയോ ശക്തരായിട്ടുള്ള വ്യക്തിയായിക്കോട്ടെ, പണം കൊണ്ടും സ്വാധീനം കൊണ്ടും എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കാം ഈ മൂന്നാമത് വന്നിരിക്കുന്ന വ്യക്തി. പക്ഷേ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരമാർത്ഥമായിട്ടുള്ള സ്നേഹം അതിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആഴം അറിയാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുപെട്ടിട്ടുള്ളത്. ഇത് വലിയൊരു പാഠമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വലിയൊരു പാഠം തന്നെയാണ്. ആ ഒരു പാഠം ഈ വ്യക്തി മനസ്സിലാക്കട്ടെ, അതിലേക്ക് വെളിച്ചത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇത് തന്നെയാണ് നമുക്ക് പറയാൻ ഉള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ എനർജി ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് വേദനിപ്പിച്ചവരുടെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ദിനം പ്രതി ഒരുപാട് വേദനിക്കുന്നവരുടെ ഹൃദയങ്ങളാണ് നമുക്കിന്നിവിടെ കാണാൻ സാധിക്കുന്നത്. അത് പുറമേ നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും, സന്തോഷവതികളായിട്ടും സന്തോഷവാന്മാരായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയം അങ്ങേയറ്റം നുറുങ്ങുന്നുണ്ട്. ആ നുറുങ്ങിപ്പോകുന്ന ആ ഒരു ഹൃദയം അത് കാണാതെ പോകാതെ വയ്യ. അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു തീരുമാനങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ചർച്ചകളെല്ലാം നടക്കുന്നത് വാട്സപ്പ് ചാനലിലാണ്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ അംഗമാകാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാനൽ ടറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അത് കഴിഞ്ഞ് അതൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിലൊരു അംഗമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും, അല്ലാത്തവർക്ക് ലഭിക്കില്ല. അതുമാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലും കയറി ഫോളോ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.